ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിക്കേണ്ട വിഷയം നമ്മുടെ എക്സാമൊക്കെ ഏകദേശം അടുത്ത് നമ്മുടെ പഠിക്കലെത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ടെൻഷൻസ് വരീസ് ഒന്നും വേണ്ട, ഉഷാറായിട്ട് പഠിക്കുക, സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് പോയിട്ട് പരീക്ഷ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന രണ്ട് തരം ചോദ്യങ്ങൾ, ഓക്കെ, നമ്മുടെ ലീഗൽ പ്രോബ്ലംസ്, അതുപോലെ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഒരു ലീഗൽ പ്രോബ്ലം എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ലീഗൽ പ്രോബ്ലം ചോദ്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ അത്ര ഇല്ലെന്നറിയാം, ബട്ട് നമുക്ക് ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാം ലീഗൽ പ്രോബ്ലംസ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഒരു ലീഗൽ പ്രോബ്ലം എങ്ങനെ ആൻസർ ചെയ്യണം, ഒരു ലീഗൽ പ്രോബ്ലം ആൻസർ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ലീഗൽ പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഈ ലീഗൽ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ച ലീഗൽ സബ്ജക്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നായിരിക്കും ലീഗൽ പ്രിൻസിപ്പിൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ പ്രിൻസിപ്പിൾ എന്താ? എനി കോൺട്രാക്ട് മെയ്ഡ് ഫോർ ആൻ അൺലോഫുൾ കൺസിഡറേഷൻ ഈസ് വോയിഡ് ഇൻ ലോ. ഇത് എവിടുന്നാണ് വരുന്നത്? കോൺട്രാക്റ്റിൽ നിന്ന് വരുന്ന സെക്ഷൻ 10 നിന്ന് വരുന്ന എന്താ പറയുന്നത്? അൺലോഫുൾ കൺസിഡറേഷൻ വെച്ചിട്ടുള്ളൊരു കോൺട്രാക്റ്റ് അത് വോയിഡ് ആണെന്നാണ് ഈ ലീഗൽ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി ഈ ലീഗൽ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കലായ പ്രോബ്ലം തന്നിട്ട് ആ പ്രോബ്ലം വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ആ ലീഗൽ പ്രിൻസിപ്പിൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ചോ. ഓക്കെ, എനി കോൺട്രാക്ട് മെയ്ഡ് ഫോർ ആൻ അൺലോഫുൾ കൺസിഡറേഷൻ ഈസ് വോയിഡ് ഇൻ ലോ. ഇനി നമുക്ക് ആ പ്രോബ്ലം എന്താ നോക്കാം. ഗഗൻ എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് നിഖിൽ ടു മർഡർ ഹിസ് വൈഫ് പ്രീതി ഫോർ എ സം ഓഫ് 5 lakhs. Gagan agrees to pay the amount to Nikhil in return of the murder. Is it a valid contract? ഇവിടെ എന്താണ്? ഗഗൻ നിഖിലുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എന്തിനാണ്? ഗഗൻ്റെ വൈഫായ പ്രീതിനെ മർഡർ ചെയ്യാൻ വേണ്ടി. എത്ര കൺസിഡറേഷൻ വെച്ച്? കൺസിഡറേഷൻ 5 ലക്ഷം രൂപ. കൺസിഡറേഷൻ 5 ലക്ഷം രൂപ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കോൺട്രാക്റ്റ് വാലിഡ് ആണോ എന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീഗൽ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? എനി കോൺട്രാക്ട് മെയ്ഡ് ഫോർ ആൻ അൺലോഫുൾ കൺസിഡറേഷൻ ഈസ് വോയിഡ് ഇൻ ലോ. അപ്പോൾ എന്താണ്? നമുക്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഈ ഓപ്ഷനിലേക്ക് നോക്കാം. നമുക്ക് ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് നിഖിൽ ഡ്യൂ ടു റിസ്ക് ഇൻവോൾവ് ഇറ്റ്. അതല്ല അതിൻ്റെ ആൻസർ. ദ കോൺട്രാക്ട് ഈസ് വോയിഡ് ഡ്യൂ ടു അൺലോഫുൾ കൺസിഡറേഷൻ. അതാണ് അതിൻ്റെ ആൻസർ. ഈ കോൺട്രാക്റ്റ് വാലിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഈ കോൺട്രാക്റ്റ് വാലിഡ് ആണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. വാലിഡ് അല്ല. കാരണം എന്താണ്? അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. നമ്മുടെ പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? എനി കോൺട്രാക്ട് മെയ്ഡ് ഫോർ അൺലോഫുൾ കൺസിഡറേഷൻ ഈസ് വോയിഡ് ഇൻ ലോ. അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ബി. ദ കോൺട്രാക്ട് ഈസ് വോയിഡ് ഡ്യൂ ടു അൺലോഫുൾ കൺസിഡറേഷൻ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലീഗൽ പ്രോബ്ലം ആൻസർ ചെയ്യാൻ വേണ്ടി. ആദ്യം ആ പ്രിൻസിപ്പിൾ വായിക്കുക. ആ പ്രിൻസിപ്പിൾ വായിക്കുമ്പോൾ ആ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും ലീഗൽ സബ്ജക്റ്റിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ഭാഗം ഓർത്തെടുക്കുക. ഇവിടെ സെക്ഷൻ 10 നിന്ന് വരുന്നതാണ്, നമ്മുടെ കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ടൊരു പ്രോബ്ലം, ഒരു ഫാക്ച്വൽ പ്രോബ്ലം ഉണ്ടാവും, അത് നിങ്ങൾ വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രോബ്ലത്തിലേക്ക് ആ മുകളിലുള്ള ലീഗൽ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് ലീഗൽ പ്രിൻസിപ്പിൾ നോക്കി. ദർ ഇസ് നോ ലയബിലിറ്റി ഇൻ ടോർട്ട് ഇൻ കേസ് ഓഫ് ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്. ഇന്നെവിറ്റബിൾ ആക്സിഡൻ്റ് ഉള്ള സ്ഥലത്ത് ടോർഷ്യസ് ലയബിലിറ്റി വരില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ് ഉണ്ടായി, അതുവഴി ഒരാൾക്ക് നഷ്ടമുണ്ടായി. ഓക്കെ, ഒരാൾക്ക് നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടമുണ്ടായ വ്യക്തിക്ക് മറ്റു വ്യക്തിക്കെതിരെ ടോർട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ടോർഷ്യസ് ലയബിലിറ്റി എറൈസ് ചെയ്തില്ലെന്നാണ് ഈ ലീഗൽ പ്രിൻസിപ്പിൾ. ഇത് എതിലാണ് വരുന്നത്? നമ്മുടെ ടോർട്ടിൻ്റെ ജനറൽ ഡിഫൻസീസിൽ നിന്ന് വരുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിളാണ്. ജനറൽ ഡിഫൻസീസിൽ നിന്ന് വരുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിളാണിത്. അപ്പോൾ ജനറൽ ഡിഫൻസീസ് പഠിക്കാറുണ്ടില്ലാത്തവർ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നെവിറ്റബിൾ ആക്സിഡൻറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ഫാക്ച്വൽ സിറ്റുവേഷൻ നോക്കി. എ സ്ട്രേഞ്ചർ ടേക്സ് എ ലിഫ്റ്റ് ഇൻ എ ട്രക്ക്. ദ ട്രക്ക് ലേറ്റർ മീറ്റ്സ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ഡ്യൂ ടു ബ്രേക്ക് ഫെയിലിയർ. The stranger suffered grievous physical injuries and nervous shock. He filed a suit for compensation from the truck's driver. ഒരു സ്ട്രേഞ്ചർ ഒരു ട്രക്കിന് കൈ കാണിച്ച് നിർത്തി ആ ട്രക്കിൽ കയറിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ട്രക്ക് ബ്രേക്ക് കിട്ടാത്തതുകൊണ്ട് പോയി ആക്സിഡൻറ്റ് ഉണ്ടായി. ഓക്കെ, ആക്സിഡൻറ്റ് ഉണ്ടായി എന്ത് ചെയ്തു, നമ്മുടെ ലിഫ്റ്റ് പിടിച്ച പോയ ആൾക്ക്, സ്ട്രേഞ്ചർക്ക് ഇഞ്ചുറി സംഭവിച്ചു, നെർവസ് ഷോക്ക് സംഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഇഞ്ചുറി സംഭവിച്ച ആൾ ട്രക്ക് ഡ്രൈവർക്കെതിരെ ടോർട്ട് കേസ് കൊടുത്തു. അപ്പോൾ ഈ ട്രക്ക് ഡ്രൈവർ
ഇവിടെ ലയബിൾ ആണോ അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇവിടെ ചോദ്യം. ഓക്കെ, ഇനി നമ്മുടെ ലീഗൽ പ്രിൻസിപ്പിൾ എടുത്ത് അപ്ലൈ ചെയ്തേ. ദർ ഈസ് നോ ലയബിലിറ്റി ഇൻ ടോർട്ട് ഇൻ കേസ് ഓഫ് ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റിൽ നമ്മുടെ ടോർട്ട് ലയബിലിറ്റി വരില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ആക്സിഡൻ്റ് അല്ലേ നടന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ, ട്രക്ക് ഓണർ ഈസ് ലയബിൾ. ഓപ്ഷൻ ബി, ട്രക്ക് ഓണർ ഈസ് നോട്ട് ലയബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇന്നവിറ്റബിൾ ആക്സിഡൻറ്റ് ആൻഡ് ഡിഫക്റ്റ് ഇൻ ദ ട്രക്ക് വാസ് നോട്ട് അപ്പാരൻറ്റ്. സി, ദ ട്രക്ക് ഓണർ ഈസ് ലയബിൾ, നോട്ട് ദ ഓണർ. ഡി, neither truck or nor the owner is liable. Okay, ഇനി നിങ്ങൾ ആ ലീഗൽ പ്രിൻസിപ്പിൾ എടുത്ത് ഇവിടെ ഈ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്ത് എന്നിട്ട് ആൻസറിലേക്ക് അറൈവ് ചെയ്തേ. ഇവിടെ നിങ്ങൾ നോക്കി എന്നിട്ട് അറിയുന്ന ഒരു ആൻസറിന് ചെയ്ത് കമൻറ്റ് ചെയ്തേ. ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇത് ടോട്ടലെ ജനറൽ ഡിഫൻസസ് എന്ന് വരുന്ന ഒരു ലീഗൽ പ്രിൻസിപ്പിളാണ്. ജനറൽ ഡിഫൻസസിലെ ഇന്നവിറ്റബിൾ ആക്ഷൻ. അപ്പോൾ ടോട്ടലെ ജനറൽ ഡിഫൻസസ് പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ പ്രോബ്ലംസ് ഒന്നും ഞാൻ കണ്ടില്ല, ബട്ട് ഇത്തവണ ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ ഒന്നും ലീഗൽ പ്രോബ്ലംസ് ആരും ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ല. മുന്നത്തെ വർഷങ്ങളിലൊക്കെ ലീഗൽ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഒഴിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയവർക്ക് അത് മനസ്സിലാവും ലീഗൽ പ്രോബ്ലംസ് ഉണ്ട്. ഇനി അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ അറിയുന്നവരൊന്ന് ആൻസർ ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അറിയാത്തവരൊന്ന് നോക്കി പഠിച്ചിട്ട് ആൻസർ ചെയ്യുക. ഇനി അടുത്തത് വേറെ ടൈപ്പ് ചോദ്യം, അസേഷൻ റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ. ഓക്കെ, ഇതും കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല, ബട്ട് മുൻപൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഈ ചോദ്യങ്ങളിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. ഒരു അസേഷനും ഉണ്ടാവും, ഒരു റീസണും ഉണ്ടാവും. ഓക്കെ, ഒരു അസേഷനും ഉണ്ടാവും, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൽ ഒരെണ്ണം അസേഷൻ ആയിരിക്കും, ഒരെണ്ണം റീസൺ ആയിരിക്കും. ഇനി അസേഷൻ ഒന്ന് വായിച്ചു നോക്കി. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നു അസേഷനായി. റീസൺ, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ദ എൻറ്റയർ നേഷൻ. ഇത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് ആർ എന്ന് ഉദ്ദേശിച്ചത് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആണ് ഉദ്ദേശിക്കുന്നത്. എ ബ്രാക്കറ്റിൽ കിടക്കുന്ന കണ്ടില്ലേ നിങ്ങൾ, ബി ആർ ബ്രാക്കറ്റിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത് നോക്കാം, ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷനിൽ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ, രണ്ടാമത്തിൽ ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എ, അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ ഡി, അസേഷൻ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ അസേഷൻ വായിക്കുക. അസേഷൻ വായിച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ നോക്കുക. അപ്പോൾ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ശരിയാണ്, പ്രിയാമ്പിൾ കണ്ടവർക്കറിയാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഡാഷ് 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 എന്ന് പറഞ്ഞിട്ടാണ് പ്രിയാമ്പിൾ തോന്നുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള അസേഷൻ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി റീസൺ നോക്കാം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ദ എൻറ്റയർ നേഷൻ. ഓക്കെ, അതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്, അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അസേഷനും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, റീസണും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ ക്യാൻസലായി ഇല്ലേ, കാരണം ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസിലെ ഡിസ്പ്യൂട്ട് ഉള്ളൂ. അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ്, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നിങ്ങൾ അസേഷൻ വായിച്ചു നോക്കിയേ. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട്സ് വിത്ത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ കറക്റ്റ് റീസൺ, ഈ അസേഷൻ്റെ കറക്റ്റ് റീസൺ ആണോ റീസണായി കൊടുത്തിരിക്കുന്നത്? അതായത് പ്രിയാമ്പിൾ സ്റ്റാർട്ട്സ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതിൻ്റെ റീസൺ ആണോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ക്രിയേറ്റഡ് ബൈ ദ എൻറ്റയർ നേഷൻ? അതിൻ്റെ എക്സാക്ട് റീസൺ അതല്ല. ഓക്കെ, അതിൻ്റെ റീസൺ അതല്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആ അസേഷൻ്റെ കറക്റ്റ് റീസൺ അല്ല ഇവിടെ റീസൺ എന്ന രീതിയിൽ, ആ അസേഷൻ്റെ കറക്റ്റ് കാരണമല്ല ഇവിടെ റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വേണം അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ അസേഷൻ വായിക്കുക, റീസൺ വായിക്കുക. അസേഷനും റീസണും ആദ്യം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് നോക്കുക. ഓക്കെ, ശരിയാണെങ്കിൽ പിന്നെ അവിടെ രണ്ട് ഓപ്ഷൻസേ കളി വരുള്ളൂ ഇല്ലേ. ഇനിയിപ്പോൾ ശരിയല്ലെങ്കിൽ എന്ത് ചെയ്തു? ഈ രണ്ട് ഓപ്ഷൻസ് പ്ലേ ചെയ്യും. ഇങ്ങനെയാണ് ആൻസർ. അപ്പോൾ അസേഷൻ ശരിയാണോ റീസൺ ശരിയാണോ നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസേഷൻ്റെ കറക്റ്റ് കാരണമാണോ റീസണിൽ പറഞ്ഞിരിക്കണേ നോക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ഇരുന്ന് ക്ഷമയോടെ വായിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അസേഷൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എ എന്നിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അസേഷൻ്റെ അവിടെ റീസണിൽ എ എന്നിട്ടിട്ടുണ്ട്, റീസണിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ ആർ എന്നിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എ ആൻഡ് ആർ എന്ന്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ ഇങ്ങനെയാണ് അസേഷൻ റീസൺ. നമുക്ക് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. നമുക്ക് assertion under article 141 the decision of Supreme Court is binding on all courts within the territory of India. Reason, the Supreme Court is bound by its
earlier decisions. ഇനി നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ വേ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ വേ. എ ഈസ് ഫോൾസ് ബട്ട് ആർ റീസൺ ഈസ്, എ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്, എ ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചേ, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സുപ്രീം കോടതി ജുഡീഷ്യറി ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രോബ്ലമാണിത്. നിങ്ങളിതൊന്ന് വായിച്ചേ, എന്നിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്തത്. നിങ്ങൾക്ക് അറിയുന്നവർ, ഈ ആൻസർ അറിയുന്നവർ കമൻറ്റായിട്ട് തരും. ഇത് നിങ്ങൾക്കുള്ള വർക്കാണ്. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ നോക്കി പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെയാണ് അസേർഷൻ റീസൺ ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, എങ്ങനെ ഒരു ലീഗൽ പ്രോബ്ലം ആൻസർ ചെയ്യും, എങ്ങനെ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇത് കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ ഇല്ല, പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ട് ഈ പേപ്പറിൽ. അപ്പോൾ നമുക്ക് ഈ വർഷം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് വരുമ്പോൾ നിങ്ങൾക്കൊരു പുതുമയായിട്ട് നിങ്ങൾക്ക് തോന്നരുത്, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് കൂടുതൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട് ലൈക്ക് ചെയ്യാൻ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.